നമ്മുടെയൊക്കെ വീട്ടിലെ മാതാപിതാക്കളുണ്ടെങ്കിലും ഒരു പ്രായം കഴിഞ്ഞ പിന്നെ അവരോട് സംസാരിക്കുവാൻ ചിലർക്കെങ്കിലും ഒരു മടിയാണ്. അത് ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, സ്നേഹം അങ്ങനെ അടുത്ത് മുറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് അച്ഛനായാലും മക്കളായാലും. അങ്ങനെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ അച്ഛനങ്ങ് പോയി കളയുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാകും. അന്നേരമായിരിക്കും നമ്മൾ അച്ഛൻ്റെ മുറിയിലേക്ക് കയറുന്നതും അച്ഛൻ്റെ അലമാര തിരഞ്ഞ് നോക്കുന്നതും. ആ അലമാരയിൽ അച്ഛൻ്റെ ഓർമ്മകൾ മണക്കുന്ന കുറേ കുപ്പായങ്ങളുണ്ടാവും. അങ്ങനെ ഒരു കവിതയാണ് KGSന്റെ അച്ഛൻ്റെ ഷർട്ടുകൾ എന്നത്. മോർച്ചറിയിലെ മഞ്ഞിൽ നിന്നിറങ്ങി അച്ഛൻ ചിതയിലെ സൂര്യനിൽ മറഞ്ഞു. അപ്പോൾ ചിറകുണ്ടായിരുന്നു അച്ഛനെന്ന് തോന്നി. അത് അയഞ്ഞ ജുബ്ബ പോലെന്നും തോന്നി. പേടിച്ചും ശങ്കിച്ചും ഒരു നാൾ അച്ഛൻ്റെ അലമാര തുറന്നു. നിറയെ കുപ്പായങ്ങൾ, ഇപ്പോഴും അച്ഛൻ മണക്കുന്നവ. പത്തി താഴും മുൻപ് അച്ഛൻ പൊഴിച്ച പടങ്ങൾ, ഉലഞ്ഞും ചുളിഞ്ഞും തളർന്നും ഒന്നും മിണ്ടാതെയും. എന്നോട് സംസാരിച്ചിരുന്നു പണ്ടിവ. സ്കൂളിലേക്ക് പോകുന്നു, വയലിൽ പോകുന്നു, വിയർത്തൊലിച്ച് മഴ നനഞ്ഞ് എന്നിങ്ങനെ. അച്ഛൻ്റെ ഷർട്ടിടാൻ പെരുത്തിഷ്ടം കുഞ്ഞുനാളിൽ. അച്ഛനെ പോലവ എന്നെ കവിഞ്ഞ് മൂടിപ്പുണർന്നു. പെരുമഴക്കാലവും കൊടും മഞ്ഞുകാലവും കടക്കാൻ ആ ഷർട്ടുകളായിരുന്നു എനിക്ക് പായ്ക്കപ്പൽ. വേഷങ്ങൾ എഴുതുന്നുണ്ട് നാം അരങ്ങിലാടുന്ന വിശ്വാസത്തിന്റെ ചരിത്രം. ഇപ്പോഴെങ്കിലും ചിലതെനിക്ക് പാകമായാലോ. ചിലതിൽ ഞാൻ കേറിക്കൂടി. ചിലതെന്നെ സ്കൂൾ മാഷാക്കി, ചിലത് കർഷകനും, ചിലതെന്നെ പുരാതനാക്കി, ചിലത് നവോത്ഥാനി, ചിലത് ദേശീയവാദി, ചിലത് ഗാന്ധിയൻ, ചിലത് കമ്മ്യൂണിസ്റ്റ്, ചിലത് തോറ്റ കോമാളി. ചിലതണിയുമ്പോൾ മറ്റൊന്നിനി ഞാൻ മാറി അണിയില്ലെന്ന് തോന്നി. മന്ത്രം പോലെ മുറുകിയ കട്ടിക്കോട്ടിലെ ചന്ദനം, തുളസി, കർപ്പൂര സാന്ദ്രതയെന്നെ ശ്വാസം മുട്ടിച്ചു. അവസാന കാലത്ത് അച്ഛനിഷ്ടം എൻ്റെ ടീഷർട്ടിട്ട് പയ്യനാവൻ. മനസ്സിലായി എനിക്ക്, മരിച്ച പിതാക്കളുടെ വേഷം ചേരില്ല മക്കൾക്ക്, വളരുന്ന മക്കളുടെ വേഷം വൃദ്ധ പിതാക്കൾക്കും. അവരണിഞ്ഞ കോലം, അവരുടെ കാലം. അച്ഛൻ്റെ പുളവും ഫലിതവും അന്നേ പഴകി. അവർ പിന്നിലേക്ക് പൊരുത്തപ്പെട്ടവർ. അച്ഛന് ഗരിമ, എനിക്ക് പഴമ. മാർക്സ് അച്ഛനെഴുതിയ യുക്തികൾ പോലെയോ കാഫ്ക അച്ഛനെഴുതിയ മനസ്സ് പോലെയോ ചേരുന്നേയില്ല പലതും എനിക്ക്. ഉടൽ ചേർന്നാൽ കൈ ചേരില്ല. ഉടലും കൈയും ചേരുന്നതിൻ്റെ കോളർ വാടിയ കുഞ്ഞാടിൻ്റെ ചെവികൾ. അച്ഛൻ്റെ മാറത്തവ ഇണങ്ങിച്ചേർന്ന് കണ്ടിട്ടുണ്ട്, ബുദ്ധന്റെ മാറത്തെന്ന പോലെ. ഏവർക്കും സ്നേഹം.